ചരിത്രമുറങ്ങുന്ന ഒരു വെള്ളച്ചാട്ടത്തിന്റെ മടിത്തട്ടിലേക്കാണ് ഇന്നത്തെ ആദ്യ യാത്ര. ഏതൊരു സഞ്ചാരിയുടെയും മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണത്. മനുഷ്യസ്പർശമേൽക്കാത്ത ഉൾക്കാടുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന പാല് പോലെയുള്ള അരുവി, അതൊരു ജലപ്രവാഹമായി മാറുന്ന കാഴ്ച. പാലരുവി വെള്ളച്ചാട്ടത്തിന്റെ വിശേഷങ്ങൾ കണ്ടുവരാം. ആദ്യം കൊല്ലത്തിന്റെ നഗരഹൃദയത്തിൽ നിന്ന് 75 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും നമുക്ക് കണ്ടുവരാം. ബാ. കൊല്ലം നഗരഹൃദയത്തിൽ നിന്ന് 75 കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് കൊല്ലത്തെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടമായ പാലരുവി, ആ പാലരുവിയിലേക്ക് എത്തുന്നത്. ഇവിടെ തുടങ്ങുന്നു ഇതിൻ്റെ യാത്ര. അകത്തേക്ക് കയറുന്ന ഓരോ ഇടങ്ങളിലും ഓരോ കൗതുകങ്ങളും അതിശയിപ്പിക്കുന്ന വിസ്മയകരമായ കാഴ്ചകളും നമുക്ക് പാലരുവിയിൽ കാണാം. കുളിച്ചു മടങ്ങാം. കമോൺ. കൊല്ലം ജില്ലയിലെ വിനോദസഞ്ചാരത്തിന്റെ ഹൃദയമാണ് പാലരുവി വെള്ളച്ചാട്ടം. പാലുപോലെ ഒഴുകുന്ന വശ്യമാർന്ന വെള്ളച്ചാട്ടമായതുകൊണ്ടാണ് പാലരുവി എന്ന് പേര് വരാൻ കാരണം. മുന്നൂറടി ഉയരത്തിൽ നിന്നാണ് പാലരുവി വെള്ളച്ചാട്ടം ഉത്ഭവിച്ച ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. പാറക്കെട്ടുകളിൽ തട്ടി പതഞ്ഞൊഴുകുന്നതുകൊണ്ടാണ് പാലരുവി എന്ന പേര് ഈ വെള്ളച്ചാട്ടത്തിന് ലഭിച്ചത്. വെറും വെള്ളച്ചാട്ടം മാത്രമല്ല ഈ പാലരുവിയിൽ വന്നാൽ കാണാൻ കഴിയുക. തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ ശേഷിപ്പുകൾ കൂടിയുണ്ട് ഈ പാലരുവിയിലേക്കുള്ള യാത്രാമധ്യേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് കുതിരകൾക്കായി നിർമ്മിച്ചിരുന്ന ലയത്തിലാണ്. ആ ലയത്തിൻ്റെ തിരുശേഷിപ്പുകളാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഇതുവഴി വേണം നമുക്ക് പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. ബാ, ഇനി അങ്ങോട്ടുള്ള യാത്രയാണ്. പതിനേഴാം നൂറ്റാണ്ടിൽ പാലരുവി വെള്ളച്ചാട്ടത്തിന് സമീപം തിരുവിതാംകൂർ രാജാവ് ഒരു കൊട്ടാരം പണിതു. കാലക്രമേണ കൊട്ടാരത്തിന് നെഗറ്റീവ് വൈബുകളുണ്ടെന്ന് ജനം വിശ്വസിക്കാൻ തുടങ്ങി. ജ്യോതിഷികളുടെ പ്രവചനം വിശ്വസിച്ച് പിന്നീട് സ്ഥലം തമിഴ്നാട്ടിലെ കൗത്രുള്ളം വെള്ളച്ചാട്ടത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നും ഉപേക്ഷിക്കപ്പെട്ട ഭൂതകാലത്തിലെ പുരാതന നിർമ്മിതികൾ പാലരുവിയിൽ കാണാം. പാലൊഴുകുന്നത് പോലെ വെള്ളം പതഞ്ഞ് താഴേക്ക് പതിക്കുന്ന കാഴ്ചയുണ്ടിവിടെ. മഞ്ഞുതേരി, കരിനാലത്തിയേഴ്, രാജക്കൂപ്പ് അരുവികൾ സംഗമിച്ചാണ് പാലരുവി വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത്. സഖ്യപർവ്വത നിരകളിൽപ്പെട്ട രാജക്കൂപ്പ് മലനിരകളിൽ നിന്നും ഉദ്ഭവിക്കുന്നതാണ് അരുവികൾ. ചെറിയ ചാറ്റൽ മഴയുണ്ട്. ആ ചാറ്റൽ മഴയാണ് പാലരുവിയുടെ മറ്റൊരു സൗന്ദര്യം. ഈ കാണുന്ന കൽമണ്ഡപം 1850 മുമ്പ് നിർമ്മിച്ചതാണ്. പാലരുവിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ രാജാക്കന്മാരാണ് ഇത്തരത്തിൽ കൽമണ്ഡപം നിർമ്മിച്ചത്. ഈ കൽമണ്ഡപത്തിൽ നിന്നാൽ ഈ പാലരുവിയുടെ സൗന്ദര്യം വേണ്ടുവോളം നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യും.
കരിങ്കല്ലിൽ തീർത്ത വിശ്രമ മണ്ഡപങ്ങൾ രാജഭരണത്തിന്റെ ശേഷിപ്പുകളാണ്. പലതവണയായി ഉണ്ടായ വെള്ളപ്പൊക്കങ്ങളിൽ പലതും തകർന്നു. ഇന്ന് ടൂറിസ്റ്റുകളുടെ ഇഷ്ട ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് പാലരുവി. സീസൺ തുടങ്ങിയതോടെ ഇവിടേക്ക് സന്ദർശകർ വന്നു തുടങ്ങി. പാലരുവി വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാൽ അസുഖങ്ങൾ ഭേദമാകുമെന്ന് ജനങ്ങൾക്കിടയിൽ വിശ്വാസമുണ്ട്. சேலம் தமிழ்நாட்டில் வரோம். சீசன் தொடங்கிருக்கும்போது நினச்சிட்டு வந்தோம். பட் நல்ல சீசன், பாலருவி அருமையாக இருக்குது. எல்லோரும் குடும்பத்தோடு வந்து நல்லபடியாக என்ஜாய் பண்ணலாம். வள்ளியமாയിട്ട് என்ஜாய் பண்ணோம். ഈ വരുന്ന നദി എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘാട്ട്, അതായത് തെന്മല ഡിവിഷൻ്റെ ആര്യങ്കാവ് റേഞ്ചിൻ്റെ പരിധിയിൽ നിന്ന് വെസ്റ്റേൺ ഘാട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്തിന് വരണം എന്ന് ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് കാണാം ഇവിടെ പ്രധാനപ്പെട്ട് വരുന്ന ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ്. ഈ തമിഴ്നാടുകാർക്ക് വൈകാരികമായിട്ടും അവരെ റിലീജിയസ് ആയിട്ടും ഈ പാലരുവി എന്ന് പറയുന്ന നദിയോട് ഒരു വൈകാരിക ബന്ധമുണ്ട്. അത് നമ്മുടെ വർക്കല പോലുള്ള പാപനാശനം പോലുള്ള സ്ഥലങ്ങളിൽ അവർ അത് ചെയ്യുമ്പോൾ നമ്മൾ പോയി കുളിക്കുമ്പോൾ നമ്മുടെ പാവങ്ങൾ മാറുന്നത് പോലെ ഒരു കൺസെപ്റ്റ് അവരിലുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ വരുന്നതിൻ്റെ ജസ്റ്റ് വിനോദം മാത്രമല്ല, അവർക്ക് മറ്റ് വൈകാരികമായ ഒരു ബന്ധം കൂടി ഈ പാലരുവിയിലോട്ടുണ്ട്. ഉയരത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് 32ാം സ്ഥാനത്തുണ്ട് പാലരുവി വെള്ളച്ചാട്ടം. പേരുപോലെ പാൽനുരകൾ പാദസരം കിലുക്കി ഒഴുകിപ്പതിക്കുന്ന കാനന ഭൂമി. ഒരു തവണയെങ്കിലും ഈ പാലരുവിയിലെത്തി ഈ വെള്ളച്ചാട്ടത്തിലൊന്ന് കുളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ അത് വലിയ നഷ്ടമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാലരുവിയിൽ നിന്നും ക്യാമറാമാൻ രാജ് കിരണൊപ്പം അരുൺ രാജ്, 24.